സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രൂ ഷേപ്പ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു സോൾഡിനെ സെക്ഷൻ ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. അതിൽ ഇന്ന് ഞാൻ എടുക്കുന്ന സോൾഡ് എന്ന് പറയുന്നത് സ്ക്വയർ പ്രിസമാണ്. അതുപോലെ കിട്ടേണ്ട ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത് ഇറഗുലർ ഹെക്സഗൺ ആണ്. അപ്പോൾ ഇറഗുലർ ഹെക്സഗൺ ആണ് നിങ്ങൾക്ക് ട്രൂ ഷേപ്പ് ആയിട്ട് വരേണ്ടതെന്ന് ക്വസ്റ്റ്യൻ പറയും. ഇത് യൂണിവേഴ്സിറ്റി സാധാരണ ചോദിക്കാറുള്ള പ്രോബ്ലം കൂടിയാണ്. അപ്പോൾ ഈ സ്ക്വയർ പ്രിസത്തെ നിങ്ങൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് ഈ ഒരു പ്രോബ്ലത്തിന് മാത്രമല്ല, ഏതൊരു പോളിഹീഡ്രൻ സോൾഡ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നാലും അതിന് ഇന്ന ഒരു പർട്ടിക്കുലർ ട്രൂ ഷേപ്പ് ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആ ട്രൂ ഷേപ്പ് വരത്തക്ക രീതിയിൽ ആ സോൾഡിനെ എങ്ങനെ സെക്ഷൻ ചെയ്യാമെന്നുള്ള ഐഡിയ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ പ്രോബ്ലം വരച്ച് മനസ്സിലാക്കുന്നതിലൂടെ കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ഈ പ്രോബ്ലം ത്രൂ ഔട്ട് കണ്ട് ഇതിന്റെ രീതിയെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്കത് വളരെ ഉപകാരമായിരിക്കും വേറെ ഏത് സോൾഡിന്റെ കേസിൽ ഇതുപോലൊരു പ്രോബ്ലം വന്നാലും. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെക്ഷൻ ഓഫ് എ സ്ക്വയർ പ്രിസം if true shape is irregular hexagon. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. A square prism base edge 40 mm is resting on HP. It is cut by an auxiliary inclined cutting plane so that the true shape of the section is an irregular hexagon having two opposite parallel sides equal to 25 mm and remaining four sides equal to 40 mm. Draw the projection with the sectional view. Also find the inclination of the section plane with the HP and height of the prism. സാധാരണ ഏതൊരു സെക്ഷൻ ഓഫ് സോളിഡിലെ പ്രോബ്ലം എടുത്താലും ക്വസ്റ്റ്യനകത്ത് രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഒരു ഭാഗം എന്ന് പറയുന്നത് സോളിഡ് ഏതാണെന്നും എങ്ങനെയാണ് അത് പ്ലെയിനിൽ ഇരിക്കുന്നത്, എച്ച് പിയിലാണെങ്കിൽ എച്ച് പിയിൽ, വി പിയിലാണെങ്കിൽ വി പിയിൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും, രണ്ടാമത്തെ ഭാഗം ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സെക്ഷൻ പ്ലെയിനെ കുറിച്ചായിരിക്കും. ഏത് പോയിന്റിലൂടെ കടന്നു പോകുന്നു, എത്ര ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നു, ഇങ്ങനെയാണ് സാധാരണ സെക്ഷൻ ഓഫ് സോൾഡിലെ പ്രോബ്ലംസ് വരിക. ഇനി ട്രൂ ഷേപ്പ് തരുന്ന പ്രോബ്ലം ആണെങ്കിൽ അവിടെയും ക്വസ്റ്റ്യനുകൾക്ക് രണ്ട് ഭാഗമാണുള്ളത്. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് സോൾഡ് എന്താണെന്നും എവിടെ ഇരിക്കുന്നു എന്നുള്ളതും, രണ്ടാമത്തെ എന്ന് പറയുന്നത് ട്രൂ ഷേപ്പ് എന്താണെന്നും അതിന്റെ എഡ്ജുകൾ ലെങ്ത് എത്രയാണ് എന്നുള്ളതൊക്കെയാണ് ചോദിക്കുക. സോ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സോളിഡ് ഏതാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ട്രൂ ഷേപ്പ് എന്താണ് കിട്ടേണ്ടതെന്ന് നിങ്ങൾ നോക്കുക. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ദ ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ ഈസ് ആൻ ഇറഗുലർ ഹെക്സഗൺ. ഓക്കെ, ഇറഗുലർ ഹെക്സഗൺ. അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഏതാണ് ട്രൂ ഷേപ്പ്? അവിടെ ഹെക്സഗൺ ആണല്ലോ. ഇറഗുലർ എന്നുള്ളതിന്റെ മീനിങ് എല്ലാ എഡ്ജുകളും ഈക്വൽ അല്ല എന്നുള്ളതാണ്. ഓക്കെ, ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് രണ്ട് എഡ്ജുകൾ ഈക്വൽ ആകാം, പക്ഷെ 6 എഡ്ജുകളും ഇവിടെ ഈക്വൽ അല്ല. ഹെക്സഗണിന് എത്ര എഡ്ജ് ഉണ്ട്? 6 എഡ്ജ് ഉണ്ട്. 6 എഡ്ജ് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ കട്ടിംഗ് ചെയ്യുമ്പോൾ സെക്ഷൻ പ്ലെയിൻ ഉപയോഗിച്ച് സോൾഡിനെ കട്ട് ചെയ്യുമ്പോൾ 6 പോയിന്റുകൾ എവിടെ വരണം? സിമ്പിൾ പൊസിഷനിൽ ആ കട്ടിംഗ് ലൈനിൽ കാണണം. ആ 6 പോയിന്റുകൾ വരത്തക്ക രീതിയിൽ വേണം നിങ്ങളെ സിമ്പിൾ പൊസിഷനിൽ ഇരിക്കുന്ന നമ്മുടെ സ്ക്വയർ പ്രിസത്തെ കട്ട് ചെയ്യാൻ. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്. അപ്പോൾ ഞാനിവിടെ ഇത് ഹെക്സഗണിന്റെ സ്ഥാനത്ത് പെന്റഗൺ ആയിരുന്നുവെങ്കിൽ പെന്റഗണിന് 5 കോർണർ ഉണ്ട്. അപ്പോൾ 5 പോയിന്റുകൾ വരണം സെക്ഷൻ പ്ലെയിൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ ഇതാണ് ഏതൊരു സോൾഡ് ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് ട്രൂ ഷേപ്പ് എന്ന് മനസ്സിലാക്കി അതിൽ എത്ര കോർണർ ഉണ്ടെന്ന് നോക്കി അത്ര നമ്പർ ഓഫ് കോർണേഴ്സ് വേണം എവിടെ വരാൻ? സെക്ഷൻ ലൈനിൽ വരാൻ. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു സോൾഡ് വന്നാലും ഒരു 80-85% പ്രോബ്ലംസിലും സോൾഡ് ഇരിക്കുന്നത് അതിന്റെ ബേസിൽ എച്ച് പിയിലാണ്. നമ്മുടെ ഇവിടെയുള്ള യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ സോൾഡ് എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നത് എച്ച് പിയിലായിരിക്കും അതിന്റെ ബേസിൽ. അപ്പോൾ എച്ച് പിയിൽ ഇരിക്കുന്ന ഈ സോൾഡിനെ ബേസിൽ എങ്ങനെയെല്ലാം ഇരിക്കാം? വൺ ഓഫ് ദ ബേസ് എഡ്ജ് എക്സ് വൈ ലൈനിന് പാരലായിട്ട് വെക്കാം, അല്ലെങ്കിൽ വൺ ഓഫ് ദ ബേസ് എഡ്ജ് എക്സ് വൈ ലൈനോട് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കാം, അതല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും 2 എഡ്ജുകൾ ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കാം. പ്രധാനമായും ഈ 3 രീതിയിൽ മാത്രമാണ് നമ്മൾ സോൾഡിനെ എച്ച് പിയിൽ വെക്കാറുള്ളൂ. ഓക്കെ, അതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ വെക്കുമ്പോഴായിരിക്കും ഈ പറയേണ്ട ട്രൂ ഷേപ്പ് കിട്ടേണ്ട രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കാം. മാത്രമല്ല രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ സിമ്പിൾ പൊസിഷനിലിരിക്കുന്ന ഈ സോൾഡിനെ കട്ട് ചെയ്യേണ്ടത് മിക്ക പ്രോബ്ലം ഒരു 80-85-90% പ്രോബ്ലമുകളിലും കേസ് 3 സെക്ഷൻ ലൈൻ ഉപയോഗിച്ച് തന്നെയാണ്. കേസ് 3 സെക്ഷൻ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിംഗ് പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ് വിത്ത് എച്ച് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു വി പി ആണ്. ഓക്കെ, അപ്പൊ കേസ് 3 കട്ടിംഗ് ലൈൻ ആണ് മിക്കയിടത്തും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സോളിഡ് റെസ്റ്റ് ചെയ്യുന്നത് ഈ 3 കണ്ടീഷനിലെങ്കിലും ഒരു കണ്ടീഷനിൽ വൺ ഓഫ് ദ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ അല്ലെങ്കിൽ വി പി, പാരലൽ ടു എക്സ് വൈ ലൈൻ ഓർ വി പി,
ഓർ ഈക്വൽ ഇൻക്ലൈൻഡ് വിത്ത് എക്സ് വൈ ലൈൻ വരയ്ക്കുമ്പോഴാണ് ഞാൻ ഇത് എക്സ് വൈ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇറഗുലർ ഹെക്സഗൺ ആണ്. ആ ഹെക്സഗണിന്റെ ഒരു പ്രത്യേകത നോക്കിക്കേ, ഹാവിംഗ് 2 ഓപ്പോസിറ്റ് പാരലൽ സൈഡ്സ് ഈക്വൽ ടു 25 ആൻഡ് 25 mm ആൻഡ് റിമൈനിങ് 4 സൈഡ്സ് ഈക്വൽ ടു 40 mm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ട്രൂ ഷേപ്പ് എന്താണെന്ന് ക്വസ്റ്റ്യൻ വായിച്ച ശേഷം അപ്പോൾ തന്നെ നിങ്ങളുടെ ബുക്കിന്റെ എവിടെയെങ്കിലും ഒരു സൈഡിൽ നിങ്ങൾ ഈ ട്രൂ ഷേപ്പ് ഇങ്ങനെ വരച്ചു വെക്കുക. എങ്ങനെയാണ് അത് വരേണ്ടതെന്നുള്ളത്. സോ നമുക്ക് ഇങ്ങനെ ഒരു ട്രൂ ഷേപ്പ് വരയ്ക്കാം. സോ ഇതൊരു ഹെക്സഗണിന്റെ ട്രൂ ഷേപ്പ് ആണ് അല്ലേ. അതിൽ ഈ രണ്ട് സൈഡ് 25 ഞാൻ എടുക്കുകയാണ്. കാരണം രണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ 2 ഓപ്പോസിറ്റ് പാരലൽ സൈഡ് ഈക്വൽ ടു 25 എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ 25 എടുത്തു. എല്ലാം ഓപ്പോസിറ്റ് എല്ലാം പാരലൽ ആയിരിക്കണം. 25 എടുത്തു. ഇനി ഇവിടെ വരേണ്ടതെല്ലാം റിമൈനിങ് 4 സൈഡ്സ് എന്ന് പറഞ്ഞേക്കണം. ബാക്കിയുള്ള എല്ലാ സൈഡ്സും 40. അപ്പോൾ ഇതിങ്ങനെ ഒരു ഹെക്സഗണൽ ഷേപ്പാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് വരും ചെയ്യണം ആൻസർ ആയിട്ട്. നമുക്ക് കിട്ടേണ്ട ആൻസർ നമ്മളിങ്ങനെ റഫായിട്ട് നമ്മുടെ ആൻസർ ബുക്കിന്റെ എവിടെയെങ്കിലും ഒന്ന് വരച്ചതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ സോൾഡിലോട്ട് വരിക. സോൾഡ് ഏതാണ് എന്ന് മനസ്സിലാക്കുക. സോൾഡ് ഏതാണ്? എ സ്ക്വയർ പ്രിസം. സ്ക്വയർ പ്രിസം ആണ്. ബേസ് എഡ്ജ് 40 mm ആണ്. ഈസ് റെസ്റ്റിംഗ് ഓൺ HP എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഹൈറ്റിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുമില്ല. ശ്രദ്ധിക്കുക, സാധാരണ എനിക്ക് പ്രോബ്ലങ്ങളിലും ബേസ് എഡ്ജും ഹൈറ്റും പറയാറുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹൈറ്റ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ബേസ് എഡ്ജ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് കട്ട് ബൈ ആൻ ഓക്സിലറി ഇൻക്ലൈൻഡ് കട്ടിംഗ് പ്ലെയിൻ സോ ദാറ്റ് ദ ട്രൂ ഷേപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ഒരു ഇൻക്ലൈൻഡ് കട്ടിംഗ് പ്ലെയിൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുക. അതായത് HP ലാണല്ലോ ഗിവൺ സോൾഡ് ഇരിക്കുന്നത്. അതുകൊണ്ട് HP യോട് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ഈ കട്ടിംഗ് പ്ലെയിൻ കടന്നു പോകേണ്ടതും. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ട്രൂ ഷേപ്പ് ഇറഗുലർ ഹെക്സഗൺ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. പരീക്ഷയിൽ നിങ്ങളുടെ കയ്യിൽ സോൾഡുകളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏക മാർഗം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗിവൺ സോൾഡിന്റെ സിമ്പിൾ പൊസിഷൻ നമുക്കറിയാവുന്ന 3 രീതിയിൽ വരച്ചു നോക്കാന്നുള്ളതാണ്. അതായത് വൺ ഓഫ് ദ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ആക്കിയിട്ടുള്ള ഒരു സിമ്പിൾ പൊസിഷൻ വരയ്ക്കുക ഗിവൺ സോൾഡിന്റെ. വൺ ഓഫ് ദ ബേസ് എഡ്ജ് പാരലാക്കിയുള്ള സിമ്പിൾ പൊസിഷൻ വരയ്ക്കുക. പിന്നെ ബോത്ത് ബേസ് എഡ്ജസ് ഈക്വൽ ഇൻക്ലൈൻഡ്. അതാണ് നോക്കിക്കുക, ഇവിടെ 2 ബേസ് എഡ്ജുകളും ഒരേ ആംഗിളുകളിൽ ആണ്. ഇവിടെ 45 ഡിഗ്രി ആംഗിൾ ആയിരിക്കും ഉണ്ടാവുക. ഇത് നിങ്ങൾ ഇതിനുമ്പൊക്കെ പ്രോബ്ലങ്ങൾ ചെയ്തിട്ടുണ്ട്, ഈക്വൽ ഇൻക്ലൈൻഡ് എന്നുള്ള കണ്ടീഷൻ. ഓക്കെ, അങ്ങനെ ഇങ്ങനെ 3 രീതിയിലാണ് വരയ്ക്കേണ്ടത്. ഇവിടെ ഞാൻ 2 രീതിയെ വരച്ചിട്ടുള്ളൂ. കാരണം ഈ സ്ക്വയർ പ്രിസം ആയതുകൊണ്ട് വൺ ഓഫ് ദ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ വൺ ഓഫ് ദ ബേസ് എഡ്ജ് പാരലൽ എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ സെയിം ഡ്രോയിങ്ങേ ഉള്ളൂ അതിന്. അതുകൊണ്ടാണ് 2 ഡ്രോയിങ്സ് വരച്ചത്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വരച്ചതിന് ശേഷം സിമ്പിൾ പൊസിഷൻ വരച്ചു, നോർമലി നമ്മൾ പേരുകൾ കൊടുത്തു, നമ്മളൊരു റഫായിട്ട് വരയ്ക്കുന്നതാണ് ആദ്യം. ശേഷം നമുക്ക് എന്താണ് കിട്ടേണ്ടത്? ഇതിനെ കട്ട് ചെയ്യണം അല്ലെ. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന XY ലൈനിനോട് ഇൻക്ലൈൻഡ് ആയിട്ട് കട്ടിംഗ് ലൈൻ വരണം. അപ്പൊ കട്ടിംഗ് ലൈൻ ഇതിലൂടെ കടന്നു പോകണമെന്നുള്ളൊരു കാര്യം ക്വസ്റ്റിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് അത് അറിയാനും പാടില്ല. പകരം നമ്മൾ ചുമ്മാ ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. ഇതിന് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്താൽ നമുക്ക് ഒരു കാര്യം മാത്രമേ അറിയാവുള്ളൂ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ടിംഗ് ലൈനിനകത്ത് 6 പോയിന്റുകൾ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ റഫായിട്ട് വരച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് നോക്കുകയാണ്. ഇങ്ങനെ കുറെ ലൈൻസ് ഒക്കെ വെച്ച് വരച്ചു നോക്കി. എന്നിട്ട് ഞാൻ നോക്കുവാണെങ്കിൽ ഇവിടെ എത്ര ലൈൻ, ഈ ഓരോ ലൈനിലേക്ക് എത്ര പോയിന്റ് വരുന്നുണ്ട്. ഇതാണ് കട്ടിംഗ് ലൈൻ എങ്കിൽ ഇവിടെ എത്ര പോയിന്റ് വരുന്നുണ്ട് നോക്കി. അപ്പോൾ ഇവിടെ 2 പോയിന്റാണ് വരുന്നത്. കാരണം അങ്ങനെയാണ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ കട്ടിംഗ് ലൈനിന്റെ ലെഫ്റ്റിൽ എത്ര പോയിന്റ് ഉണ്ട്? ഈ എഡ്ജിന്റെ ലെഫ്റ്റിൽ 2 പോയിന്റ്. ഈ എഡ്ജിന്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടം വരെ വരും അല്ലേ. ഈ ആക്സിസിനെ കൂട്ടരുത്. റൈറ്റിൽ ഇവിടം വരെ വരും. ഇവിടെ 2 പോയിന്റ് അല്ലേ. അപ്പോൾ ഈ കട്ടിംഗ് ലൈൻ എത്ര പോയിന്റ് വരും? അവിടെയും 2 പോയിന്റുകൾ വരും. ക്ലിയർ ആണല്ലോ. സോ 1' ബ്രാക്കറ്റ് 2'. അതുപോലെ ഈ ലൈൻ പിന്നെ കട്ട് ചെയ്യുന്നത് ഈ എഡ്ജിനെയാണ് അല്ലെ. ആ എഡ്ജിന്റെ മുകളിൽ 2 പോയിന്റ്, താഴെ 2 പോയിന്റ്. അപ്പൊ ഇതിനകത്ത് എത്ര പോയിന്റ് വരും? അവിടെ 2 പോയിന്റ് വരും. അപ്പോൾ ഈ ഒരു കട്ടിംഗ് ലൈനിൽ എനിക്ക് മൊത്തം കിട്ടി 4 പോയിന്റ്. 4 പോയിന്റ് വെച്ച് കിട്ടുന്ന ഈ ഒരു ഇവിടെ കിട്ടാൻ പോകുന്ന ട്രൂ ഷേപ്പ് ഇപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. അത് എന്താണെന്ന് നമുക്ക് മാറ്റി വരച്ചാൽ ഉറപ്പായിട്ട് പറയാം. 4 പോയിന്റ്സ് അല്ലേ ഉള്ളൂ. ഓക്കെ, അതുപോലെ ഞാൻ വേറൊരു കട്ടിംഗ് ലൈൻ അതേപോലെ ഈ XY ലൈൻ ഇൻക്ലൈൻഡ് ആയിട്ട് വരച്ചു. ഇവിടെ എനിക്ക് കിട്ടുന്ന 2 പോയിന്റ്. ഇത് നടുക്ക് ആക്സിസ് ആണ്, അവിടെ എഡ്ജുകളൊന്നുമില്ല. പിന്നെ ഇവിടെയാണുള്ളത്, അവിടെ 2 പോയിന്റ്. അപ്പം മൊത്തം 4 പോയിന്റ്. ഇവിടെ കിട്ടുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. പക്ഷേ ഇവിടെ കിട്ടിയ ക്വാഡ്രിലാറ്ററിനെക്കാളും വലിപ്പം കൂടിയ ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. കാരണം കട്ടിംഗ് പ്ലെയിന്റെ ലെങ്ത് കൂടുതലല്ലേ. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ വീണ്ടും ഞാൻ കുറെ വരച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഇവിടെ കിട്ടുന്ന 2 പോയിന്റ്, ഇവിടെ കിട്ടുന്ന 2 പോയിന്റ്. അപ്പം ഇതെല്ലാം ഞാൻ നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ സോൾഡിന്റെ സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ പോകുന്നതെങ്കിൽ എനിക്ക് ഞാൻ കട്ടിംഗ് ലൈൻ വരയ്ക്കുന്നതിനായാലും ഇങ്ങനത്തെ കട്ടിംഗ് ലൈൻസ് ആയിരിക്കും അല്ലെ. ഈ കട്ടിംഗ് ലൈന് എപ്പോഴും കിട്ടാൻ പോകുന്ന പോയിന്റുകളുടെ എണ്ണം മാക്സിമം 4 ആണ്. അതിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ സിമ്പിൾ പൊസിഷൻ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഓക്സിലറി ഇൻക്ലൈൻഡ് കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കുമ്പോൾ ആ കട്ടിംഗ് പ്ലെയിനിൽ കിട്ടാൻ പോകുന്ന പോയിന്റുകളുടെ എണ്ണം 4 ആണ്. എനിക്ക് ഉറപ്പായിട്ടും കിട്ടാൻ പോകുന്ന ട്രൂ ഷേപ്പ് ഒരു ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. അത് സ്ക്വയർ ആണോ റെക്ടാങ്കിൾ ആണോ എന്നുള്ളത് വരയ്ക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. പക്ഷെ അതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. ഓക്കെ, അപ്പൊ പിന്നെ നമ്മൾ ഈ രീതി അല്ലാണ്ട് അടുത്ത രീതി, അതായത് ബോത്ത് ബേസ് എഡ്ജസ് ആർ ഈക്വലി ഇൻക്ലൈൻഡ്.
ഇത് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബേസ് എഡ്ജ് മേക്കിംഗ് ആൻ ആംഗിൾ എന്ന രീതിയിൽ വരച്ചാലും ഇത് തന്നെയാണ് കൺസെപ്റ്റ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഡീപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മളോട് യൂണിവേഴ്സിറ്റി ചോദിക്കാറില്ല. വൺ ഓഫ് ദി ബേസ് എഡ്ജ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 50 ഡിഗ്രി വിത്ത് എക്സ് ഫൈ ലൈൻ എന്ന രീതിയിൽ ചെരിച്ചു വെച്ചിട്ട് സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ അങ്ങനെ നമ്മളോട് സാധാരണ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി. ബോത്ത് ബേസ് എഡ്ജസ് ഈക്വലി ഇൻക്ലൈൻഡ്. അപ്പൊ ഈ സ്ക്വയറിന്റെ കേസിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഈ ആംഗിൾ 45 ഡിഗ്രി ആണ് എന്നുള്ളത്. അപ്പം സ്ക്വയറിന്റെ പ്രോബ്ലം അങ്ങനെയൊക്കെ ചോദിക്കാറുള്ളൂ ഈക്വൽ ഇൻക്ലൈൻഡിന്റെ രീതി വെക്കണം എന്ന് പറയുകയാണെങ്കിൽ തന്നെ. അപ്പം ഇവിടെ 45 ഡിഗ്രി ക്ലിയർ. അപ്പം ഇതിന്റെ സിമ്പിൾ പൊസിഷൻ നമ്മൾ വരച്ചു, ഫ്രണ്ട് വ്യൂ വരച്ചു അല്ലെ. ഫ്രണ്ട് വ്യൂ വരച്ചിട്ട് ഞാൻ ഇതേപോലെ തന്നെ പോയി ഇവിടെ ABCD PQRS എന്നൊക്കെ പേര് കൊടുക്കണം. മുകളിലും A' B' P ഇവിടെ P' Q' ഒക്കെ പേര് കൊടുത്തു. സിമ്പിൾ പൊസിഷൻ അതേപോലെ തന്നെ ചെയ്തു വെച്ചു. എന്നിട്ട് അതുപോലെ ഞാൻ കുറെ ഇൻക്ലൈൻഡ് ലൈൻസ് കേസ് 3 പ്രകാരമുള്ള കട്ടിംഗ് ലൈൻസ് എല്ലാം വരച്ചു. അപ്പോൾ ഇവിടെ നോക്കുകയാണ് ഞാൻ. ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ കിട്ടുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റിൽ ഒരു പോയിന്റ്, റൈറ്റിൽ ഇവിടെ വരും. റൈറ്റ് ഇവിടെ അല്ല, ഇവിടെ വരും. കാരണം ഇത് B ഉണ്ടല്ലോ, Bയും D ഇവിടെയാണ് വരുന്നത്. സോ ഇവിടെ 2 പോയിന്റ്. അപ്പൊ ഇവിടെ വരാൻ പോകുന്ന പോയിന്റുകളുടെ എണ്ണം 2 ആണ്. പിന്നെ കട്ട് ചെയ്യുന്നത് ഈ വെർട്ടിക്കൽ എഡ്ജിനാണ് അല്ലെ. അവിടെ മുകളിൽ ഒരു പോയിന്റ്, താഴെയും ഒരു പോയിന്റ്. സോ നടുക്ക് വരേണ്ടത് ഒരു പോയിന്റ്. സോ 1 2 3 3 പോയിന്റ് ഉള്ളൂ ഈ കട്ടിംഗ് ലൈനിൽ. അതിന്റെ അർത്ഥം ഇവിടെ വരാൻ പോകുന്ന ട്രൂ ഷേപ്പ് ഒരു ട്രയാങ്കിൾ ആണ്. ക്ലിയർ. അതുപോലെ തന്നെ ഞാൻ വരച്ച മറ്റൊരു കട്ടിംഗ് ലൈനാണിത്. ഈ കട്ടിംഗ് ലൈനിൽ നോക്കിയപ്പം ഇവിടെ 2 പോയിന്റ് വരുന്നുണ്ട്. കാരണം ഈ കട്ട് ചെയ്തതിന്റെ റൈറ്റില് ഒരു പോയിന്റ്, ലെഫ്റ്റില് 2 പോയിന്റ്. അപ്പം മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് 2 അല്ലേ, അതനുസരിച്ച് പോയിന്റ്സ് ഇവിടെ വരുള്ളൂ. സോ ഇവിടെ 2 പോയിന്റ് വന്നു. അതുപോലെ ഈ കട്ടിങ്ങിൽ കടന്നു പോകുമ്പോൾ ഈ നടുക്കോടെ പോകുന്ന ഈ കണ്ടോ DS എന്ന് പറയുന്ന നടുക്കോടെ പോകുന്ന എഡ്ജ് ഉണ്ടല്ലോ, ആ എഡ്ജിനെ ഈ പുറകിൽ കിടക്കുന്ന ക്യൂബിയുടെ ഒക്കെ ഫ്രണ്ട് വ്യൂ ഇവിടെ അല്ലേ വരുന്നത്, ആ നടുക്കോടെ പോകുന്ന എഡ്ജിനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എത്ര പോയിന്റ് വരും എന്ന് പറയാനായിട്ട് അതിന്റെ മുകളിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കി. മുകളിൽ B' D' 2 പോയിന്റ്, അതിന്റെ താഴെ എത്ര പോയിന്റ് ഉണ്ട്, QS 2 പോയിന്റ്. അപ്പോൾ ഉറപ്പായിട്ട് ഇതിനകത്തും 2 പോയിന്റ്. വീണ്ടും താഴേക്ക് വന്നു, ഇവിടെ കട്ട് ചെയ്തു. താഴെ ഒരു പോയിന്റ്, മുകളിൽ ഒരു പോയിന്റ്. അപ്പൊ ഇവിടെ എത്ര പോയിന്റ്, ഒരു പോയിന്റ്. സോ നമുക്ക് വേണമെങ്കിൽ നോക്കാം. 1 2 3 4 5 5 പോയിന്റുകൾ വന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടാൻ പോകുന്ന ഷേപ്പ് എന്താണ്, അതൊരു പെന്റഗണൽ ഷേപ്പാണ്. അത് റെഗുലർ പെന്റഗൺ ആണോ ഇറഗുലർ പെന്റഗൺ ആണോ എന്നുള്ളത് വിട്ടേക്കുക. പക്ഷെ അവിടെ വരാൻ പോകുന്ന ഒരു ഷേപ്പ് ഒരു പെന്റഗൺ ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പായി. അതേപോലെ തന്നെയാണ് നോക്കിയേ, ഇത് ഈ കോർണറിലൂടെ കടന്ന് ഈ പോയിന്റിൽ കടന്ന് ഈ കോർണറിലൂടെ കടന്നു പോകുന്ന ഒരു ലൈനാണ്. അപ്പോൾ ഈ കോർണറിലൂടെ കടന്നു പോകുമ്പോൾ കോർണർ ആണെങ്കിൽ അവിടെ ഒരു പോയിന്റേ ഉള്ളൂ കേട്ടോ. കോർണറിന്റെ കുറച്ചും കൂടി മാറിയിട്ടാണെങ്കിൽ ഇപ്പറയാണെങ്കിൽ നമുക്ക് 2 പോയിന്റ് എന്നൊക്കെ കണക്ക് കൂട്ടാം. പക്ഷെ കോർണറിലാണെങ്കിൽ ഇപ്പൊ ഈ ഒരു കോർണറിലൂടെ കട്ട് ചെയ്ത് പോയാൽ അവിടെ ഒരു പോയിന്റിലുണ്ടാവുള്ളൂ, ഒരു പോയിന്റ്. ദെൻ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നടുക്കോടെ കടന്നു പോയാൽ ഇവിടെ നമുക്കറിയാം ഇവിടെ കട്ട് ചെയ്ത് 2 പോയിന്റ് വരും. താഴെയും മുകളിൽ 2 പോയിന്റ് വെച്ചുണ്ട്. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഒരു പോയിന്റ്. അങ്ങനെ 1 2 3 4 4 പോയിന്റ്. അപ്പൊ എന്തായിരിക്കും അവിടുത്തെ ഷേപ്പും ക്വാഡ്രിലാറ്ററലായിരിക്കും അവിടെ കിട്ടാൻ പോകുന്ന ഷേപ്പ്. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും ഞാൻ ഈ കട്ടിംഗ് ലൈൻ ഇങ്ങനെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പോയിന്റ്, ഇതുപോലെ ഇവിടെ 2 പോയിന്റ്, ഇവിടെ 2 പോയിന്റ്, 5 പോയിന്റ്. ഇത് ഇവിടെ പെന്റഗൺ. അപ്പോൾ നമുക്ക് ഇവിടെ ട്രയാങ്കിൾ കിട്ടി, പെന്റഗൺ കിട്ടി, ക്വാഡ്രിലാറ്ററൽ കിട്ടി. എന്നാലും നമുക്ക് ഹെക്സഗൺ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഹെക്സഗൺ കിട്ടണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു മനസ്സിലായ ഒരു കാര്യമുണ്ട്. കട്ടിംഗ് ലൈൻ നടുക്കൂടെ കട്ട് ചെയ്ത് പോയാൽ 2 പോയിന്റ്. ഇത് ഇവിടെ നോക്കാം നമുക്ക് ചെറുപ്പത്തിൽ. ഇവിടെ നടുക്ക് കട്ട് ചെയ്യുമ്പോൾ 2 പോയിന്റ്, മുകളിൽ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 2 പോയിന്റ്, ഈ സൈഡ് കട്ട് ചെയ്തപ്പോൾ 1 പോയിന്റ്. ഈ സൈഡിന്റെ സ്ഥാനത്ത് താഴെ കട്ട് ചെയ്തെങ്കിലോ, താഴെ കട്ട് ചെയ്യുകയാണെങ്കിൽ 2 പോയിന്റ് കിട്ടും അല്ലെ. അപ്പൊ 6 പോയിന്റിൽ നമുക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ കട്ടിംഗ് ലൈൻ കട്ട് ചെയ്യേണ്ടത് മുകളിലത്തെ എഡ്ജില്, ബേസ് എഡ്ജില്, ഈ സൈഡ് എഡ്ജില്, ബോട്ടം ബേസ് എഡ്ജില് 6 പോയിന്റ് കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾക്ക് കേസ് 3 പ്രകാരം കട്ടിംഗ് ലൈനെ വരയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇങ്ങനെ ചേരിച്ചിട്ട് നമ്മളൊന്ന് വരച്ച് നോക്കിയാൽ മതിയാവും. 6 പോയിന്റ് കിട്ടണമെങ്കിൽ നമ്മുടെ കട്ടിംഗ് ലൈൻ കടന്നു പോകേണ്ടത് മുകളിലത്തെ ബേസ് എഡ്ജിലൂടെയും കടന്നു പോകണം. അപ്പോൾ ഇവിടെ 2 പോയിന്റ് വരും. ദാറ്റ് ഈസ് 1' ബ്രാക്കറ്റ് 2'. നടുക്കോടെ കടന്നു പോകുമ്പോൾ 3' ബ്രാക്കറ്റ് 4'. താഴത്തെ ബേസ് എഡ്ജിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ ലെഫ്റ്റിൽ ഒരു പോയിന്റ് ഉള്ളൂ, പക്ഷേ ഇതിന് റൈറ്റിൽ 2 പോയിന്റ് ഉണ്ട്, എസും ക്യൂ. സോ നമുക്ക് ഇവിടെ എഴുതാം 5' ബ്രാക്കറ്റ് 6'. അപ്പൊ മനസ്സിലായി 6 ബേസ് എഡ്ജ് 6 പോയിന്റ് കിട്ടി അല്ലെ. 6 പോയിന്റ് കിട്ടിയാൽ എന്തായിരിക്കും അവിടുത്തെ ഷേപ്പ് എന്ന് പറയുന്നത്? ആ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഹെക്സഗണൽ ഷേപ്പായി മാറും. 6 പോയിന്റ് ഉണ്ട്. അത് റെഗുലർ ഇറഗുലർ എന്നുള്ളത് നമുക്ക് വരയ്ക്കുമ്പോഴൊക്കെയാണ് മനസ്സിലാവുള്ളൂ. പക്ഷെ ഇപ്പൊ അതൊരു ഹെക്സഗണൽ ഷേപ്പായിട്ട് മാറും. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് കയ്യിൽ സോൾഡ് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഒരു ട്രൂ ഷേപ്പ് ഇന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ട്രൂ ഷേപ്പിൽ കണ്ടുപിടിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ 2 രീതിയിൽ അല്ലെങ്കിൽ 3 രീതിയിൽ നിങ്ങൾ ആ സോൾഡിനെ വരച്ചിട്ട് ആ സോൾഡിന് ഇതേപോലെ നിങ്ങൾ ചുമ്മാ ഫ്രീ ആയിട്ട് പെൻസിലൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഇങ്ങനെ വരച്ച് പോയിന്റുകളൊക്കെ ജസ്റ്റ് എണ്ണി നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. അതിൽ കൂളായിട്ട് നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് കിട്ടും. വലിയ ടെൻഷൻ അടിക്കാതെ വേണം നിങ്ങളതിനെ എക്സാമിന്റെ സമയത്തും ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് കടന്നു വരാം.
ഇവിടെ അപ്പം ഈ പറഞ്ഞ പ്രകാരം 6 പോയിന്റ് കിട്ടണമെങ്കിൽ നമ്മുടെ സ്ക്വയർ പ്രസത്തിന്റെ സിമ്പിൾ പൊസിഷൻ വരയ്ക്കുന്ന സമയത്ത് ടു ബേസ് എഡ്ജസ് ഈക്വലി ഇൻക്ലൈൻഡ് എന്ന രീതിയിൽ നമ്മൾ വരച്ചു തുടങ്ങണം. സോ ആ പ്രകാരം ഞാൻ എക്സ് വൈ ലൈൻ വരച്ചു. ഇത് ടോട്ടൽ ആൻസർ ആണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരാം. എക്സ് വൈ ലൈൻ വരച്ചു. എന്നിട്ട് അവിടെ നിന്നൊരു കുറച്ച് ഡിസ്റ്റൻസ് താഴെ ചെറിയൊരു ഹൊറിസോണ്ടൽ ലൈൻ ആദ്യം വരയ്ക്കുക. അവിടെ നിന്ന് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും 45 ഡിഗ്രിയുടെ ആംഗിൾ എടുക്കണം. കാരണം സ്ക്വയർ ആയതുകൊണ്ടാണ് 45 ഡിഗ്രി ആംഗിൾ എടുത്ത് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും നിങ്ങൾ ലൈൻ വരച്ച് നിങ്ങൾക്ക് 40 mm ബേസ് എഡ്ജ് ആണ് സ്ക്വയർ എന്ന് പറയുന്നത് കൊണ്ട് 40 mm ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം. സോ ഈക്വൽ ഇൻക്ലൈൻഡ് അവസ്ഥയിലുള്ള സ്ക്വയർ നിങ്ങൾക്ക് കിട്ടി. ദെൻ നമുക്ക് അതിന്റെ പേര് കൊടുക്കാം. ടോപ്പ് ബേസിലെ പോയിന്റ് പ്രസവമായതുകൊണ്ട് ABCD ആണ്, അത് മാർക്ക് ചെയ്തു. PQRS ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്തു. ദെൻ അതിന്റെ ഫ്രണ്ട് വ്യൂ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ്? നമ്മുടെ ഗിവൺ സ്ക്വയർ പ്രസത്തിന്റെ ഹൈറ്റ് ഗിവൺ ക്വസ്റ്റ്യൻ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഫ്രണ്ട് വ്യൂ നേരെ മുകളിലേക്ക് വരയ്ക്കാൻ സാധിക്കില്ല. കാരണം ഈവൻ നിങ്ങൾക്ക് ഈ P', Q', R', S' ഒക്കെ ഈ എക്സ് വൈയിൽ എത്തിക്കാൻ പറ്റും. പക്ഷെ അവിടെ നിന്ന് മുകളിലേക്ക് A' മാർക്ക് ചെയ്യണമെങ്കിൽ ഹൈറ്റ് അറിയണം. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്തേക്കുക. നിലവിൽ ഇവിടെ നിന്ന് P', Q' ഒക്കെ നേരെ എക്സ് വൈയിലേക്ക് പ്രൊജക്ട് ചെയ്ത് വെച്ചേക്കുക. അവിടെ പേര് മാർക്ക് ചെയ്തേക്കുക. നടുക്ക് MI എന്ന് മാർക്ക് ചെയ്തിട്ട് M' ഇവിടെ മാർക്ക് ചെയ്തേക്കുക. നമുക്ക് MNന്റെ ഹൈറ്റ് അറിയില്ലല്ലോ. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇത്രയും നിങ്ങൾ ചെയ്യുക. അപ്പൊ നമ്മൾ സാധാരണ എപ്പോഴും പ്രോബ്ലം ചെയ്യാൻ ശ്രദ്ധിക്കുക, സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ പറ്റുമെങ്കിൽ ആദ്യം തന്നെ സിമ്പിൾ പൊസിഷൻ വരച്ചു വയ്ക്കുക. രണ്ടാമത് ചെയ്യേണ്ടത് നമ്മൾ ട്രൂ ഷേപ്പിനെ ഇതിന്റെ റൈറ്റ് സൈഡിലോട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. കാരണം കട്ട് ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ ഇവിടെയാണെന്ന് അറിയാം. അപ്പൊ കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കേണ്ടത് ഇവിടെയാണ്, ട്രൂ ഷേപ്പ് വരുന്നത് ഇവിടെയാണ്. അപ്പൊ ട്രൂ ഷേപ്പ് നേരെ റൈറ്റ് സൈഡിൽ വരയ്ക്കുക. ഇനി ഇവിടെ എങ്ങനെയാണ് ഈ ട്രൂ ഷേപ്പ് വരച്ച് തുടങ്ങുക? അതിൽ നമുക്ക് കുറച്ച് കാര്യം കൂടെ മനസ്സിലാകേണ്ടതുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പ്രകാരം നമ്മളൊന്ന് എടുക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. ഈ പറഞ്ഞ പ്രകാരം ആണ് നമ്മുടെ സോൾഡിനെ വെച്ചേക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഇരിക്കുന്ന ഒരു സ്ക്വയർ ആണ്. ഈ സ്ക്വയർ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കട്ടിംഗ് പ്ലെയിൻ ഉപയോഗിച്ച് കട്ട് ചെയ്തു എന്ന് വെക്കുക. കട്ടിംഗ് പ്ലെയിൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രകാരം നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കട്ടിംഗ് പ്ലെയിൻ ഇങ്ങനെ കടന്നു പോകുന്നത് അല്ലെ, ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം ഈ കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് അതൊരു റെക്ടാങ്കുലർ പ്ലെയിൻ ആണല്ലോ. നമ്മൾ ടോപ്പിൽ പോയി നോക്കുവാണെങ്കിൽ ആ കട്ടിംഗ് പ്ലെയിൻ കട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എഡ്ജുകളെയും ഈ സ്ക്വയറിന്റെ ടോപ്പിലുള്ള ഈ എഡ്ജിനെയും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങി അങ്ങ് പോകുമ്പോഴാണ് ഈ എഡ്ജിനെയും പുറകിലുള്ള എഡ്ജിനെയും കട്ട് ചെയ്ത് അങ്ങ് പോകുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മുകളിലുള്ള നമ്മൾ ടോപ്പ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ഈ മുകളിലുള്ള ഈ രണ്ട് എഡ്ജിനെയും കൂടെ കട്ട് ചെയ്തതിനു ശേഷം ഇവിടെയും ഒരു പോയിന്റ് ഉണ്ടാവും, ഇവിടെയും ഒരു പോയിന്റ് ഉണ്ടാവും, ഇവിടെയും ഒരു പോയിന്റ് ഉണ്ടാവും. ആ 2 പോയിന്റ് ആണ് നമ്മൾ ഈ ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ ഇവിടെ 2 പോയിന്റ് ഉണ്ടെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ആ 2 പോയിന്റുകൾക്കിടയിൽ ഞാൻ ഒരു ഇമാജിനറി ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഇറഗുലാർ ഹെക്സഗണിന്റെ 25 mm ഒരു എഡ്ജാണ്. ഓക്കെ, 2 ഓപ്പോസിറ്റ് സൈഡ് 25 mm എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആ 25 mm എഡ്ജ് ഇവിടെ വരത്തക്ക രീതിയിലാണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പിൽ നോക്കിയാൽ കൃത്യമായിട്ട് ആ 25 ഡിസ്റ്റൻസ് കാണും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇത് കട്ട് ചെയ്ത് താഴേക്ക് ഇറക്കി വിട്ടു. താഴെയുള്ള ബേസിന്റെ 2 എഡ്ജിനെയും കൂടെ കട്ട് ചെയ്ത് ഈ സെക്ഷൻ പ്ലെയിൻ കടന്നു പോകും. എന്നിട്ട് നമ്മൾ ഈ ടോപ്പ് പോർഷൻ എടുത്ത് റിമൂവ് ചെയ്തു. അപ്പൊ നമുക്ക് മുകളിൽ നോക്കുമ്പോൾ ഈ എഡ്ജിന്റെ ലെങ്ത് 25 എന്ന് കാണുന്ന പോലെ തന്നെ താഴെയുള്ള ബേസ് എഡ്ജിനെ കട്ട് ചെയ്ത് ലെങ്ത് 25 ആയിട്ട് കാണാൻ സാധിക്കും. ക്ലിയർ? അപ്പോൾ അതാണ് ആ ഒരു ഐഡിയയാണ് നമുക്ക് ഈ പ്രോബ്ലം വരയ്ക്കുമ്പോൾ സമയത്ത് വേണ്ടത്. ബേസിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾ ഓർത്തുകൊള്ളുക, ബേസിനെ എന്തെങ്കിലും രീതിയിൽ സോൾഡ് കട്ടായി കഴിഞ്ഞാൽ, ഇവിടെ ബേസിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഉണ്ടാകുന്ന ലെങ്ത്തിന്റെ കൃത്യം ട്രൂ ലെങ്ത് എത്രയാണ് എന്നുള്ളത് നമുക്ക് ടോപ്പ് വ്യൂവിൽ കിട്ടും. ഓക്കെ, അപ്പൊ ടോപ്പ് വ്യൂവിൽ നമുക്ക് അറിയാം, ഞാനിപ്പോൾ ഈ ഫിഗർ വരച്ചുകൊണ്ട് പറയാം, ഈ 5 to 6 ആ ഡിസ്റ്റൻസ് 25 ആണ്, ഈ 2 to 4 ഡിസ്റ്റൻസും 25 ആണ് എന്ന് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഈ പറയുന്ന 1 to 2, 5 to 6 ഈ 2 ലൈൻസ് വരയ്ക്കുക. ഞാൻ നെയിമിങ് കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ പറയാൻ എളുപ്പമുള്ളത്. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നെയിമിംഗ് ഒന്നും ആയിട്ടില്ല. അപ്പൊ നമുക്ക് ഈ പറയാൻ പറ്റുന്ന ഈ 2 ലൈനുകൾ വരയ്ക്കാവുന്നതാണ്. ആ 2 ലൈൻ വരയ്ക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ ഈ ACBD 2 ഡയഗണൽ ലൈൻ വരച്ചിട്ട് നമുക്ക് ഈ ഡിസ്റ്റൻസ് 25 കിട്ടണം അല്ലെ, പെർപെൻഡിക്കുലർ ടു XY ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ 25 ഡിസ്റ്റൻസ് വരയ്ക്കണം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ കറക്റ്റ് സെന്റർ പോയിന്റ് ഇത് 12.5 മുകളിലേക്കും 12.5 താഴേക്കും എടുത്തിട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും വരയ്ക്കുക. ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 12 + 12 25 ആയല്ലോ. അപ്പൊ 25 ഇത് കിട്ടും, 25 ഇതും കിട്ടും. സോ നമുക്ക് ഈ 2 വെർട്ടിക്കൽ ലൈനുകൾ വരയ്ക്കാം. സോ ഈ 2 വെർട്ടിക്കൽ ലൈൻ വരച്ചു ശേഷം അതിന് നമുക്ക് പേര് കൊടുക്കാം. അതായത് ഈ താഴെയുള്ള ഈ ലൈൻ എന്ന് പറഞ്ഞാൽ
താഴെയുള്ള ബേസ് എഡ്ജിനെ ഇവിടെയും ഇവിടെയും കട്ട് ചെയ്യുമ്പോഴുള്ള കിട്ടിയ പോയിന്റുകൾ കൂട്ടി വരയ്ക്കുന്നതാണ്. അപ്പോൾ ആ പോയിന്റുകൾക്ക് 1, 2 എന്ന് പേര് കൊടുത്തു. മുകളിലുള്ള ബേസ് എഡ്ജ്, അതായത് ABCD ബേസ് എഡ്ജിലെ ഈ B to C, C to D യിൽ കട്ട് ചെയ്യപ്പോൾ കിട്ടിയ പോയിന്റാണ് 5 and 6. ഞാൻ 5, 6 എന്ന് പേര് കൊടുത്തു. കാരണം മൊത്തം 6 എഡ്ജിൽ അവസാനത്തെ 2 പോയിന്റ് മുകളിലും ബാക്കി ആദ്യത്തെ 2 പോയിന്റ് താഴെയും വരും. റിമൈനിങ് ആയിട്ടുള്ള 2 പോയിന്റ് നടുക്കാണ് വരിക എന്നുള്ള രീതിയിലാണ് ഞാൻ 3, 4 എന്ന് കൊടുക്കാണ്ട് 5, 6 എന്ന് കൊടുത്തു. അപ്പൊ എനിക്ക് 3, 4 എൻ്റെ അകത്ത് മാർക്ക് ചെയ്താൽ മതിയാവും. ഇനി 3ഉം 4ഉം എവിടെയാണ് വരുന്നതെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആലോചിച്ച് നോക്കി, ഉറപ്പായിട്ട് നമുക്കറിയാം അല്ലെ, ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും നടുക്കോടെ പോകുന്ന ഈ പറയുന്ന ബി മുതൽ ക്യൂ വരെയുള്ള BQ അല്ലെങ്കിൽ SD, ഈ 2 ലൈനിൽ കൂടെ ആയിരിക്കും കട്ടിംഗ് പ്ലെയിൻ കടന്നു പോവുക. അവിടെ ആയിരിക്കും 2 പോയിന്റ് ഉണ്ടാവുക അല്ലെ. ആ 2 ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ടോപ്പിൽ നോക്കുമ്പോൾ, അതായത് ഈ സൈഡ് എഡ്ജ് ലൈനാണ്, അത് ടോപ്പിൽ നോക്കുമ്പോൾ ഒരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റിനകത്തും ഈ പറയുന്ന B', Q' എന്ന് പറയുന്ന സൈഡ് എഡ്ജിന്റെ ടോപ്പ് വ്യൂ BQ ആണ്. അതിന്റെ അകത്തായിരിക്കും 3 വരിക. അതേ രീതിയിൽ DSന്റെ അകത്തായിരിക്കും 4 വരിക എന്നുള്ളത് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും. സോ നമ്മൾ അവിടെ 3ഉം 4ഉം കൊടുക്കുക. സോ അത് നമ്മൾ 6 പോയിന്റുകൾക്ക് നെയിമിംഗ് കൊടുത്തു. ഇതിന്റെ ശേഷം ചെയ്യേണ്ടത് ഈ എല്ലാ പോയിന്റ്സിൽ നിന്നും നിങ്ങൾ റൈറ്റ് സൈഡിലോട്ട് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഓൾറെഡി നമുക്ക് കട്ടിംഗ് ലൈൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പെർപെൻഡിക്കുലറും ഇവിടുന്ന് ഹൊറിസോണ്ടൽ ലൈൻസും വരയ്ക്കുമായിരുന്നല്ലോ. അപ്പോൾ ആ പ്രൊസീജിയറിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നിന്ന് എല്ലായിടത്തും ഹൊറിസോണ്ടൽ ലൈൻസ് റൈറ്റിലോട്ട് വരയ്ക്കുക. അപ്പോൾ 1 നിന്ന് 2 നിന്ന് 3 നിന്ന് 4 നിന്ന് 5 നിന്ന് 6 എന്നൊക്കെ വരച്ചു. ദെൻ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 1 to 2, നമുക്കറിയാം ട്രൂ ഷേപ്പ് ഇതാണ്. അപ്പൊ ഇവിടെ വരയ്ക്കേണ്ട എല്ലാ അളവുകളും ട്രൂ ഷേപ്പിലായിരിക്കണം, 2 ലെങ്തിലായിരിക്കണം. സോ 1 to 2 ഞാൻ ഈ 2 ഹൊറിസോണ്ടൽ ലൈനിനിടയിൽ വെർട്ടിക്കലായി വരച്ചിട്ട് ഞാൻ 1 to 2 എന്ന് എഴുതി വെച്ചു. അപ്പോൾ ഇത് 25 തന്നെയാണ്, ഈ ലെങ്ത് തന്നെയാണ് ഇത്. ക്ലിയർ? ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മുടെ കിട്ടേണ്ട ട്രൂ ഷേപ്പ്, നമ്മുടെ കിട്ടേണ്ട ഷേപ്പിന്റെ പ്രത്യേകത നമ്മൾ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. 25, ബാക്കി ഇവിടുന്നൊക്കെ 40 ആണ്, then അവസാനം ഇവിടെ 25. ക്ലിയർ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, 40 mm ഡിസ്റ്റൻസ് സ്കെയിലിൽ എടുക്കുക. എന്നിട്ട് ഇവിടെ 2വിൽ നിന്ന് നമ്മൾ 40 mm അകലെയായിരിക്കണം 3 വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 3 എവിടെ വരണം, ഈ 3 ഇവിടെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹൊറിസോണ്ടൽ ലൈൻസിലായിട്ടായിരിക്കണം ആ പോയിന്റും വരേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് 40 mm ഡിസ്റ്റൻസ് എത്തുന്ന ആർക്ക് വരച്ചാൽ ഇവിടെ 3 കിട്ടി. 4 എവിടെ വരണം, 4 ഈ 1ൽ നിന്ന് 40 mm അകലെയായിരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് 4ന്റെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, 1ൽ നിന്ന് ആർക്ക് വരച്ച് പോയിന്റ് 4 കിട്ടി. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്, 5, 6 എവിടെയാണെന്നുള്ളതാണ്. 3ൽ നിന്ന് 40 mm അകലെയാണ് 5, 4ൽ നിന്ന് 40 mm അകലെയാണ് 6. അപ്പോൾ അതങ്ങനെ കിട്ടും, ഈ 40 mm അളവ് തന്നെ എടുക്കുക. പക്ഷേ 6ന്റെ ഹൊറിസോണ്ടൽ ലൈനെ കൊണ്ട് ആർക്ക് വരച്ചാൽ കിട്ടും. ഇതേ 40 mm അളവ് 3ൽ നിന്ന് വരച്ചിട്ട് ഈ 5ന്റെ ഹൊറിസോണ്ടൽ ലൈനെ കൊണ്ട് ആർക്ക് വരച്ചാൽ 5 കിട്ടും. സോ നമുക്ക് 1, 2, 3, 5, 6, 4 എല്ലാം കിട്ടി. എല്ലാം കൂടെ കൂട്ടി വരയ്ക്കുക, ഉൾഭാഗം ഹാക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ റിക്വയർഡ് ട്രൂ ഷേപ്പ്. ഓക്കെ, ഇനി ഈ ട്രൂ ഷേപ്പ് നമുക്ക് വേണം, നമുക്ക് സെക്ഷണൽ ടോപ്പ് വ്യൂ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ കട്ടിംഗ് ലൈൻ എങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം, വളരെ സിമ്പിൾ ആണ്. ഇവിടെ നിന്ന് എല്ലായിടത്തുനിന്നും വെർട്ടിക്കൽ ലൈൻസിന് മുകളിലേക്ക് വരയ്ക്കുക. ദെൻ നമ്മൾ ആ വെർട്ടിക്കൽ ലൈൻസിനിടയിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ XYക്ക് പാരലാക്കി വരച്ചാൽ അതായിരിക്കും നമ്മുടെ കട്ടിംഗ് പ്ലെയിന്റെ ലൈൻ. ദെൻ ഇത് 1ഉം 2 ആണെങ്കിൽ ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചാൽ 1', 2' ആയിരിക്കും. 3ഉം 4ഉം ആണെങ്കിൽ ഇവിടെ 3', 4', അതുപോലെ ഇവിടെ 5', 6'. ക്ലിയർ? അപ്പോൾ നമുക്ക് കട്ടിംഗ് പ്ലെയിന്റെ ലെങ്ത് കിട്ടി. ഇനി ഈ കട്ടിംഗ് പ്ലെയിന്റെ ലെങ്ത് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നിന്ന് കട്ടിംഗ് പ്ലെയിനെ ചെരിച്ച് വരച്ചാൽ മതി. നമ്മുടെ കയ്യിൽ കട്ടിംഗ് പ്ലെയിനെ ചെരിച്ച് വരയ്ക്കേണ്ട ആംഗിളുകളൊന്നും തന്നെ ഇല്ല. പക്ഷെ എങ്ങനെയാണ് ഈ കട്ടിംഗ് പ്ലെയിനിനെ ഇവിടെ വരയ്ക്കുക? ക്ലിയർ? അത് പറഞ്ഞു തരാം. നമുക്ക് ഓൾറെഡി ഇവിടെ 2 പോയിന്റിൽ ഓരോ പോയിന്റുകൾ ബ്രാക്കറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് നോക്കിയിട്ട് മനസ്സിലാക്കുക ആരായിരിക്കും ബ്രാക്കറ്റിൽ വരിക. ഇവിടെ നോക്കുമ്പോൾ ബ്രാക്കറ്റ് വരേണ്ടത് 2ഉം 3ഉം 5ഉം ആണ്. അതുകൊണ്ട് 2ഉം 3ഉം 5നെ ബ്രാക്കറ്റ് ചെയ്തു. ദെൻ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ ആദ്യം കോമ്പസിൽ എടുക്കുക. കട്ടിംഗ് ലൈനിന്റെ ലെങ്ത് ആദ്യം കോമ്പസിൽ എടുക്കുക. ദെൻ ഇവിടെ 1, 2ൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈൻ നേരെ XYയിലേക്ക് വരച്ചാൽ നമുക്കറിയാം ബോട്ടം ബേസ് എഡ്ജിൽ ആയിരിക്കുമല്ലോ 1ഉം 2ഉം വരേണ്ടത്. അപ്പോൾ 1ഉം 2ന്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ വരും അല്ലെ, 1', 2' ബ്രാക്കറ്റ്. ദെൻ ഇവിടെ നിന്ന് ഏകദേശം ഈ കോമ്പസിൽ എടുത്ത ഈ ഡിസ്റ്റൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ അവിടെ നിന്ന് ആർക്ക് ലൈൻ ഇങ്ങനെ നീട്ടി വരയ്ക്കുക. ആ ആർക്ക് ലൈനിന്റെ എൻഡിൽ വരേണ്ട പോയിന്റ് ഏതായിരിക്കണം, അതായത് ഇത് ഇവിടെ നിന്ന് എൻഡിൽ വരേണ്ട 5ഉം 6ഉം ആയിരിക്കണം ഇതിന്റെ എൻഡിൽ വരേണ്ടത് അല്ലെ. ഇനി 5, 6 കൃത്യമായിട്ട് ആർക്ക് ലൈനിൽ എവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഈ താഴെയുള്ള 5, 6ന്റെ ഫ്രണ്ട് വ്യൂ വരേണ്ടത് അതിന്റെ നേരെ മുകളിലല്ലേ. അപ്പൊ ഇവിടുന്ന് പെർപെൻഡിക്കുലർ നേരെ മുകളിലേക്ക് വരച്ചാൽ നമുക്ക് ഇവിടെ 5ഉം 6ഉം ഈ ആർക്ക് ലൈനിൽ കിട്ടും. സോ 5'ഉം 6'ഉം കിട്ടിക്കഴിഞ്ഞാൽ ഈ 2 പോയിന്റുകൾക്കിടയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കട്ടിംഗ് ലൈനെ വരയ്ക്കാം. ഇനി നമുക്കറിയാം 5'ഉം 6' എന്ന് പറയുന്ന ടോപ്പ് ബേസ് എഡ്ജിലെ പോയിന്റുകളായതുകൊണ്ട് ബേസിന്റെ ഹൈറ്റ് എത്രയാണെന്ന് മനസ്സിലായി. 5, 6 നിങ്ങൾക്ക് എപ്പോൾ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നോ അപ്പൊ തന്നെ നിങ്ങൾക്ക് പ്രിസത്തിന്റെ ഹൈറ്റ് കിട്ടി. സോ ആ പോയിന്റുകളിലൂടെ തന്നെ നിങ്ങൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻസ് ഇങ്ങനെ നീട്ടി വരയ്ക്കുക.
ദെൻ ഇവിടെയുള്ള എയിൽ നിന്ന് പെർപെൻഡിക്കുലർ അങ്ങോട്ട് വരച്ചാൽ എ ഡാഷ്, ബി എന്ന് വരച്ചാൽ ബി ഡാഷ്, സി എന്ന് വരച്ചാൽ സി ഡാഷ്, അങ്ങനെ ഡി ഡാഷ് എല്ലാ പോയിന്റും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസത്തിന്റെ ഫ്രണ്ട് വ്യൂ റെക്ടാംഗിളിനെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഈ കട്ടിംഗ് ലൈൻ നിങ്ങൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ നിന്ന് ക്യൂ ഡാഷിൽ നിന്ന് ബി ഡാഷിലേക്കുള്ള ഈ വെർട്ടിക്കൽ ലൈനും വരച്ചു കഴിഞ്ഞു. അപ്പൊ ആ ലൈനിൽ ഈ പറയുന്ന കട്ടിംഗ് ലൈൻ കട്ട് ചെയ്യുന്ന ഭാഗത്തായിട്ടായിരിക്കും നമ്മുടെ ആരൊക്കെ വരിക, 3ഉം 4ഉം വരിക. 3 4 മാർക്ക് ചെയ്തോളുക. കാരണം അപ്പോൾ 3 ബ്രാക്കറ്റ് ആയിട്ടുള്ള ക്യൂ ഡാഷ് ബി ഡാഷിന്റെ അകത്ത് വരും. അതാണ് ക്യൂവിന്റെ ബിന്റെ ഇടയ്ക്ക് 3 വന്നത്. 4 വരേണ്ടത് എവിടെയാണ്, ഡിന്റെ എസിന്റെ ഇടയ്ക്കാണ്. സോ നമ്മളപ്പം കട്ടിംഗ് ലൈനെ വരച്ച് നമ്മൾ ഇപ്പോൾ ഈ കട്ടിംഗ് ലൈൻ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്ന ട്രൂ ഷേപ്പ് ഇതാവുമെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ട്രൂ ഷേപ്പിൽ നിന്നാണ് നമ്മൾ ഇവിടെ കട്ടിംഗ് ലൈനെ വരച്ചത്. നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ് സോൾഡിന്റെ ഹൈറ്റ് എന്നും എത്രയാണ് ഈ കട്ടിംഗ് ലൈൻ കടന്നു പോകുന്ന ആംഗിളോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് ആംഗിൾ കണ്ടുപിടിക്കാൻ 65 ഡിഗ്രി ആണ്. അതുപോലെ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് എം ഡാഷ് മുതൽ എൻ ഡാഷ് വരെയുള്ള ഈ ഹൈറ്റ് ഇനി അളന്നെടുക്കാം 66 mm ആണ്. രണ്ടും ആൻസർ ആയിട്ട് നിങ്ങൾക്ക് എഴുതി ഒരു ബോക്സിന്റെ അകത്താക്കി വയ്ക്കാവുന്നതാണ്. അതുപോലെ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷന്റെ റൈറ്റ് ബോട്ടം സൈഡിനെ ഫുള്ളായിട്ട് നിങ്ങൾ ഡാർക്കൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് ഇവിടം വരെയുള്ള ലൈൻ കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഫുള്ള് ഡാർക്കൻ ചെയ്തു. അതുപോലെ സെക്ഷന്റെ ടോപ്പ് വ്യൂ ഈ 1 to 2ന്റെ ഫുള്ള് റൈറ്റിലേക്ക് മൊത്തം നിങ്ങൾ HBയുടെ പെൻസിൽ ഉപയോഗിച്ച് ഡാർക്കൻ ചെയ്യണം. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള പോർഷൻ, അതായത് ഈ പോർഷൻസ് ഇല്ല, അതുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡിലേക്കുള്ള പോർഷൻ നിങ്ങൾ ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ചാണ് വരയ്ക്കേണ്ടത്. സോ എല്ലാവർക്കും ഇപ്പോൾ ഒരു ട്രൂ ഷേപ്പ് എന്താണ് എന്ന് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയാണ് സെക്ഷൻ ലൈൻ വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്, ബേസിനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ ലൈൻ ബേസിനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബേസിലെ പോയിന്റുകൾ, 2 പോയിന്റ് ഉണ്ടാവും മിക്കപ്പോഴും ബേസിൽ, ആ 2 പോയിന്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കൃത്യമായിട്ട് നമുക്ക് ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് കാണാൻ സാധിക്കും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ട്രൂ ഷേപ്പിൽ തരുന്ന ലെങ്ത്തുകളിൽ ഒരു ലെങ്ത്ത് അല്ലെങ്കിൽ 2 ലെങ്ത്ത് എന്ന് പറയുന്നത് ഇപ്പോഴും ഈ ബേസിനെ കട്ട് ചെയ്യുമ്പോഴുള്ള ലെങ്ത് ആയിരിക്കും എന്ന് എപ്പോഴും ഓർത്തോളുക. ആ ബേസിനെ കട്ട് ചെയ്യുന്ന അതേ ലെങ്ത് അതേപോലെ തന്നെ നിങ്ങൾ എവിടെ മാർക്ക് ചെയ്യുക, നമുക്ക് ഈ പറയുന്ന ടോപ്പ് വ്യൂവിൽ ഫിഗറിന്റെ സിമ്പിൾ പൊസിഷന്റെ ടോപ്പ് വ്യൂവിൽ മാർക്ക് ചെയ്ത് വേണം ആ പ്രോബ്ലത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഒട്ടുമിക്ക എല്ലാ പ്രോബ്ലങ്ങളും ഇങ്ങനെ തന്നെയാണ്. കുറച്ച് നമ്മൾ ചിന്തിക്കുകയും കൂടുതൽ നമ്മൾ ഇതുപോലെ തന്നെ റഫായിട്ട് ഫിഗർ വരച്ചിട്ടും കൂടെ വേണം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട്. അപ്പം എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.